ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നും എന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വയം അഭിമാനിക്കുന്നവരാണ്. സ്വയ അഭിമാനം എന്നും നമുക്ക് അഭിലഷണീയമാണ്, നല്ലത് തന്നെ. പക്ഷേ സ്വയം നമ്മളായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കുന്നത്, സ്വയപ്രശംസ അത്ര നല്ലതാണോ? ഇന്ന് എനിക്ക് നിങ്ങളോട് ചിന്തിക്കാനുള്ള വിഷയം അതാണ്. നമ്മളായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ പ്രശംസിക്കുന്നവരാണോ നമ്മൾ? നമുക്ക് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധനായ പൗലോസ്ലീഹ ഒരു വലിയ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനങ്ങളിൽ അവിടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. സാധാരണ കർഷകരുടെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, മരങ്ങളൊക്കെ ബഡ് ചെയ്യും. ജാതിമരം അങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ ബഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബഡിങ്ങിനെ കുറിച്ചാണ് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ ശ്ലീഹ പഠിപ്പിക്കുന്നത്. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞ് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിച്ച് വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവറ്റുന്നു. അതെ, നല്ല വൃക്ഷത്തിൻ്റെ കൊമ്പിനെ മുറിച്ച് കളഞ്ഞ് കാട്ടൊലിവ് ഒട്ടിക്കുക. ആഹാ, സാധാരണ നമ്മൾ കാണുന്നത് ആയിരിക്കുന്ന വൃക്ഷം കൂടുതൽ ഫലം തരുന്നതിന് വേണ്ടി നല്ല വളർച്ചയുള്ള നല്ല ഫലം തരുന്ന വൃക്ഷത്തിൻ്റെ ബഡ്ഡിങ്ങാണ് നമ്മൾ നടത്തുന്നത് സാധാരണ നിലയിൽ. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്, കാട്ടൊലിവിനെ നല്ല മരത്തോടുകൂടി ഒട്ടിക്കുക. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞ് കാട്ടൊലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. ഇവിടെ പരിശുദ്ധനായ ശ്ലീഹ ഈ തിരുവചനത്തിലൂടെ ഒരു വലിയ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുരഭിമാനം. നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥിതിയിൽ നമുക്ക് ദൈവം ഒത്തിരി ജീവിത സാധ്യതകളെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ നേട്ടം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അഹങ്കാരത്തിലേക്കും ദുരഭിമാനത്തിലേക്കും വഴി നടക്കുന്നുണ്ടോ? ആയിരിക്കുന്ന സ്ഥിതിയിൽ നമ്മളുടെ ജീവിത സ്ഥാനമാനങ്ങളിൽ നമ്മൾ സ്വയം പ്രശംസിക്കുന്നവരാണെങ്കിൽ, ഇവിടെ ശ്ലീഹ പറയുന്നു, ഒലിവ് വൃക്ഷത്തിൻ്റെ ശാഖകളിൽ ചിലത് വെട്ടിക്കളഞ്ഞ് കാട്ടൊലിവായ നിന്നെ നല്ലതിനോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇത് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നതല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാലഘട്ടമാണിത്. ഈ കാലഘട്ടം വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വന്തം വീട്ടിലായാലും സ്വന്തം നാട്ടിലായാലും മനുഷ്യൻ ഇന്ന് സുരക്ഷിതനല്ലാത്ത അവസ്ഥയാണ്. ഓരോ മനുഷ്യരും അവരവരുടെ മാനസിക നിലയ്ക്കൊത്ത വിധത്തിൽ ഓരോ ദുരഭിമാന ചിന്തകളും ഓരോ വ്യാമോഹങ്ങളും വളർത്തിയെടുക്കുകയാണ്. അതിനെയാണ് വിശുദ്ധനായ ശ്ലീഹ ഇവിടെ ശക്തമായി താക്കീത് ചെയ്യുന്നത്. നീ വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവറ്റുന്നു. എന്നിട്ടോ ആ ശാഖകളേക്കാൾ വലിയവനാണ് നീ എന്ന് അഭിമാനിക്കുന്നു. അങ്ങനെ നീ അഭിമാനിക്കരുത് എന്ന് ഇവിടെ പറയുന്നു. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. സ്നേഹമുള്ളവരെ, ഇന്ന്
നമുക്ക് വളരെ സ്നേഹനിധികളായ ജീവിത പങ്കാളികളെ ദൈവം തന്നിട്ടുണ്ട്. ജീവിത പങ്കാളി സ്നേഹത്തോടുകൂടെ നമ്മളോട് ഇടപെടുന്നുണ്ടാകാം. അങ്ങനെയല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരെ നമ്മൾ ഓരോരുത്തരുമാണെന്ന് തിരിച്ചറിയണം. അതുപോലെ വാത്സല്യനിധികളായ മക്കളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ യോഗ്യതയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഒരു നല്ല കുടുംബജീവിതം നിനക്ക് നൽകിയിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ വിഭാവനയിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മാത്രമാകുന്ന ഒരു കുടുംബജീവിതം നിനക്ക് തന്നപ്പോൾ കാട്ടൊലിവായ നിന്നെ ആ നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുകയാണ്. വേറെ പലർക്കും കിട്ടേണ്ട പല നല്ല കാര്യങ്ങളും ഇല്ലാതാക്കി നീ ഇന്ന് അത് അനുഭവിക്കുന്നു. ഇന്ന് നിനക്കനുഭവിക്കുന്ന, നിനക്ക് ലഭ്യമായിരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ദാനങ്ങളെല്ലാം നിൻ്റെ സ്വന്തമാണെന്നും നിൻ്റെ നേട്ടം കൊണ്ട് നീ നേടിയതാണെന്നും നീ വിചാരിക്കരുത് എന്നാണ് ശ്ലീഹ അവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ആ വചനം ഇങ്ങനെയാണ്: നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചല്ലാതെ നിനക്ക് എന്തുണ്ട്? നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ ബുദ്ധി, നിൻ്റെ ശക്തി, നിൻ്റെ സാമ്പത്തിക സ്ഥിതി, നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ, നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം നിനക്ക് ദാനമായി ലഭിച്ചതാണ്. എന്നാൽ ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? വിശുദ്ധ ശ്ലീഹ നമ്മെ ഒരു ശോധനയ്ക്ക്, ഒരു പരിശോധനയ്ക്ക്, ഒരു ഇൻട്രോസ്പെക്ഷന്, ഒരു സ്വയ അവബോധത്തിന്, പരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ? അങ്ങനെ വിചാരിക്കരുത് എന്ന് വീണ്ടും ശ്ലീഹ ഈ 2 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥിതിയിൽ നമ്മുടെ തന്നെ നേട്ടങ്ങളും നമ്മുടെ കഴിവുകളുമാണ് നമുക്കിതെല്ലാം നേടിത്തന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അത് ദുരഭിമാനത്തിനും അഹങ്കാരത്തിനും ദൈവനിന്ദയ്ക്കും കാരണമാകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വന്തം കഴിവിലുള്ള പ്രശംസ അത് നമുക്കൊരിക്കലും പാടില്ല. സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്നത് നല്ലത് തന്നെ, എന്നാൽ അവിടെ വിധേയത്വവും ദൈവത്തിന് കീഴ്പ്പെടലും മറ്റുള്ളവരോട് ബഹുമാനവും ഉണ്ടാകുമ്പോഴാണ് ആ സ്വന്തം കഴിവുകളുടെ വ്യാപ്തി വലുതാകുന്നത്. അപ്പോഴാണ് അത് ഫലമുള്ളതായി തീരുന്നത്. ശുദ്ധമുള്ള റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസവും ആഹാരവും വസ്ത്രവുമൊക്കെ തന്ന് എന്നെ ഇതുപോലെ പരിപാലിക്കേണ്ടതിൻ്റെ കടമ അത് മാതാപിതാക്കളുടെ കടമയല്ലേ, അവരത് ചെയ്യേണ്ടതല്ലേ എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അത് ധിക്കാരമാണ്. മാതാപിതാക്കൾ ഏതൊരു ആഗ്രഹത്തോടെയാണോ മക്കളെ വളർത്തുന്നത്, ആ വിധത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത ആ മക്കളിലുണ്ടാകണം ആദ്യം. അങ്ങനെ ചിന്തയുള്ളവൻ, അങ്ങനെ പ്രതികരിക്കുന്നവൻ ഇങ്ങനെ ഒരു ചോദ്യം അവതരിപ്പിക്കില്ല. ഇവിടെ ശുദ്ധമുള്ള റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. ഇത് നിൻ്റെ ചിന്തയിൽ നിന്നും നിൻ്റെ ബുദ്ധിയിൽ നിന്നും ഉളവാകുന്ന തോന്നൽ മാത്രമാണ്. എനിക്ക് അർഹതയുള്ളതാണ്, എനിക്ക് അവകാശമുള്ളതാണ്, ഇത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് അവകാശങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാകാം നമ്മൾ. അത്
മക്കൾ മാതാപിതാക്കളോട് ഇപ്രകാരം പറഞ്ഞേക്കാം. മറിച്ച് ദമ്പതികൾ നോക്കൂ, അവരുടെ ജീവിത പങ്കാളികളെ പരസ്പരം വിലയിരുത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, പലപ്പോഴും എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഇന്ന് ഈ വീട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ ആയിരിക്കുന്നത് എന്നൊക്കെ സ്വയം പ്രശംസിക്കുന്ന ആളെ കണ്ടേക്കാം. അത് ഭാര്യയായാലും ഭർത്താവായാലും പിതാവായാലും അമ്മയായാലും മക്കളായാലും ഒക്കെ ഇങ്ങനെ പ്രശംസിക്കാൻ നമുക്ക് അവകാശമില്ല. അവിടെ പറയുന്നു, ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണത്. കുടുംബജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനെ ഇത് എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടതെന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ വിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. അവിടെ ആയിരിക്കേണ്ട പലർക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും മറ്റ് പലർക്കുമായിട്ട് ലഭിക്കേണ്ടതായിരുന്നു. അത് അവർക്ക് കിട്ടാതെ നമുക്കായിട്ട് തന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, അവരുടെ ചില തിന്മകളുടെ ചില പോരായ്മകളുടെ വശമായിട്ടാകാം അവർക്കത് കിട്ടാതെ പോയത്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും ശ്രദ്ധയിലിരുന്ന് തിരിച്ചറിയേണ്ടവരാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം കഴിവിലുള്ള പ്രശംസ നമുക്കൊരിക്കലും നന്മയിലേക്കല്ല, നമ്മളെ തിന്മയിലേക്ക് നടത്തുന്നുവെന്ന് തിരിച്ചറിയണം. കുറവിൽ നിന്ന് നിറവിലേക്ക് വരുമ്പോൾ പലപ്പോഴും ചില കുടുംബ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെയൊന്നുമല്ല കഴിഞ്ഞത്, ഞങ്ങളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങളുടെ കുടുംബമൊക്കെ നല്ല സമൃദ്ധിയിലാണ് അല്ലെങ്കിൽ സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത് എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. സ്നേഹമുള്ളവരെ, അത് ജീവിത വിജയത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് അഹങ്കാരമാണ്. ദൈവം ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മോട് കൽപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്, യോഹന്നാൻ മാംദോനോ, അതായത് സ്നാപക യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാനെ സമീപിച്ച് ചിലർ ചോദിച്ചു, ഗുരു, യോർദാൻ്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയവൻ ഇതാ അവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് യോഹന്നാൻ പ്രതിവചിച്ചത്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളായിരിക്കുന്ന ഓരോ സംഗതികളും ഓരോ അനുഗ്രഹങ്ങളും ഓരോ നിറവും നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നുള്ള ദാനം മാത്രമാണ്. ന്യായീകരണങ്ങളും അവകാശവാദങ്ങളും നമ്മൾ ഉന്നയിച്ചേക്കാം. എന്നാൽ ഇവിടെ ആ വേദഭാഗത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ശുദ്ധമുള്ള റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, വായിക്കുകയാണ്, വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഫലമുള്ളതായി വിനയത്തോടുകൂടെ ആയിരിക്കുന്ന സ്ഥിതിയിൽ സ്വയം പ്രശംസിച്ച് സ്വയം ദുരഭിമാനത്തിന് കാരണമായി ആപത്തിലേക്കും അപകടത്തിലേക്കും ചെന്നുപെടാതെ നേട്ടത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വിജയത്തിൻ്റെ, സൗമ്യതയുടെ ഒരു വക്താവായി മാറുവാൻ, ഒരു നല്ല ദൈവ കുഞ്ഞായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് കരുതിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിത്തീരുന്നത്, ഒരു നല്ല ദൈവ പൈതലായിരിക്കാൻ എന്തെല്ലാം യോഗ്യതകൾ വേണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശുദ്ധമുള്ള റോമാലേഖനത്തിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നു. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നല്ല ജീവിത നേട്ടം വരിക്കാൻ, മറ്റുള്ളവർ
നിങ്ങളെ ഇഷ്ടപ്പെടാൻ, നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ ചില ടിപ്സ്, ചില മാർഗങ്ങൾ, ചില വിദ്യകൾ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തേത്, അത് തിരുവചനത്തിലൂടെയാണ് പറയുന്നത്. ഒന്നാമത്തേത്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമാകണം. നിങ്ങളുടെ സ്നേഹം വ്യാജമല്ലാത്തതാകണം. കപട സ്നേഹവും മറ്റുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതായിരിക്കരുത് നിങ്ങളുടെ സ്നേഹമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ കാര്യം ഇതാണ്: തിന്മയെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരണം. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകാൻ തിന്മയെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരണം. നന്മയെ മുറുകെ പിടിക്കുവീൻ. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകാൻ മൂന്നാമത്തെ കാര്യം, സഹോദര സ്നേഹത്തിൽ പരസ്പരം പ്രീതിയുള്ളവരാകണം. അതിൻ്റെ വചനം എങ്ങനെയാണ്? നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവീൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. അതെ, നമുക്ക് മറ്റുള്ളവർക്കെല്ലാം പ്രിയങ്കരന്മാരായി, നല്ലവരായി, നല്ല മനുഷ്യരായി ജീവിക്കാൻ മൂന്നാമത്തെ കാര്യം ഇതാണ്: സഹോദര സ്നേഹത്തിൽ പരസ്പരം ബഹുമാനവും പ്രീതിയും ഉള്ളവരായിരിക്കണം. നാലാമത്തെ കാര്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരാകണം. തുടർച്ചയായിട്ട് നല്ല തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. അഞ്ചാമത്, ആത്മാവ് ദൈവസ്നേഹത്തിൽ ജ്വലിക്കണം. പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴുമൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും ദൈവസ്നേഹത്തെ, ദൈവത്തിൻ്റെ ആ രൂപത്തെ കണ്ട് ദൈവം നമ്മോടൊപ്പമായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, വിചാരം നമുക്കുണ്ടാകണം. ആത്മാവിൽ തീഷ്ണതയുള്ളവരാകണം. ആറാമത്തെ കാര്യം, അവസരം അഥവാ അവസ്ഥ മനസ്സിലാക്കി കർത്താവിനെ ശുശ്രൂഷിക്കണം. ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും അവസ്ഥ മനസ്സിലാക്കി, ഓരോ സ്ഥിതിയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും മനസ്സിലാക്കി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാകണം. ഏഴാമത്തെ കാര്യം, പ്രത്യാശയിൽ സന്തോഷിക്കണം. നിരാശയല്ല നമ്മെ കീഴ്പ്പെടുത്തേണ്ടത്, മറിച്ച് പ്രത്യാശയിൽ സന്തോഷിക്കണം. എട്ടാമത്, കഷ്ടതയിൽ വിജയകരമായ വിപതി ധൈര്യം കാണിക്കണം. വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവീൻ. കഷ്ടതയിൽ വിജയകരമായി വിപതി ധൈര്യം കാണിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒൻപതാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ സ്വയം സംരക്ഷിക്കപ്പെടണം. പ്രാർത്ഥനയിൽ സ്വയം സംരക്ഷിക്കപ്പെടണം. അതാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പത്താമത്തെ കാര്യം, ആവശ്യത്തിലിരിക്കുന്ന വിശുദ്ധരെ സഹായിക്കണം. നമ്മോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ സഹചാരികളെ, നന്നായി ജീവിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തിൻ്റെ അഭിഷിക്തരെ, അവരെ സഹായിക്കണം. 11ാമത്തെ കാര്യം, അതിഥികളെ സൽക്കരിക്കണം. അതിഥി സൽക്കാരത്തിൽ നിങ്ങൾ തൽപരരാകുവീൻ. 13ാമത്തെ കാര്യം, നമ്മെ ഉപദ്രവിക്കുന്നവരെ, നമ്മെ കഷ്ടപ്പെടുത്തുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കണം. വചനം നമ്മെ പഠിപ്പിക്കുന്നു: നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നമ്മൾ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധ്യമാകുന്ന, നമ്മുടെ സാധാരണ ജീവിതത്തിലെ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളെ മാത്രമാണ് വിശുദ്ധനായ ശ്ലീഹ ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. 13ാമത്തെ കാര്യം, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുവിൻ, കഷ്ടപ്പെടുന്നവരോടൊത്ത് കരയുക, അല്ലെങ്കിൽ കരയുന്നവരോടൊപ്പം ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുക. 14ാമത്തെ കാര്യം,
ഇങ്ങനെയാണ്: പരസ്പരം വലിപ്പം ഭാവിക്കരുത്, ഐകമത്യമുള്ളവരായിരിക്കുക. അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവീൻ. അതെ, വലിപ്പം ഭാവിക്കാതെ, ഔദ്ധത്യം കാണിക്കാതെ ഐകമത്യപ്പെട്ടിരുന്നാൽ മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കും, മറ്റുള്ളവർ നമ്മെ അനുഗ്രഹിക്കും, മറ്റുള്ളവർ നമ്മെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം എന്നും സന്തോഷത്തിലും മറ്റുള്ളവർക്ക് പ്രീതികരമായും ഭവിക്കും. ഇനി 15, എളിയവരോട് ചേർന്ന് കൊള്ളണം. എളിയവരെ കരുതുകയും സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു. 16 കാര്യം, സ്വയപ്രശംസയും അഭിമാനവും ഇല്ലാതാക്കുക. അതാണ് നമ്മൾ വചനത്തിലൂടെ കണ്ടുവന്നത്. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 19 വചനത്തിൽ പറയുന്നു, എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടതെന്ന് നീ പറഞ്ഞേക്കാം. നമ്മുടെ സ്വയം അവകാശങ്ങളും ദുരഭിമാനങ്ങളെല്ലാം മാറ്റിവെക്കണമെന്ന് വീണ്ടും വിശുദ്ധനായ ശ്ലീഹ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 17, ആവോളം സകലരുമായി സമാധാനത്തിലായിരിക്കണം. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ടാകാം, എന്നാൽ അതിനെ മറ്റുള്ളവരുടെ ദോഷത്തിനായിട്ട് ആയിത്തീരരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 18, പ്രതികാര ചിന്ത ഉണ്ടാകരുത്. 19 കാര്യം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ വളരെ അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, എല്ലാവരും നമ്മെ അംഗീകരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരും. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തെ നമുക്ക് പുനരാവിഷ്കരിക്കാം. ജീവിതത്തെ നമുക്ക് പുനരായിട്ട് ഒന്ന് പ്രതിഷ്ഠിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. മനുഷ്യർക്കും ദൈവത്തിനും പ്രീതികരമായ നല്ല വ്യക്തിത്വത്തിനുടമയായി സന്തോഷകരമായി ജീവിക്കാൻ ഈ ടിപ്സ്, ഈ ഭാഗം നമുക്ക് നിരന്തരം വായിച്ച് പ്രാവർത്തികമാക്കാം. ശുദ്ധമുള്ള റോമാലേഖനം 12 അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ ഒരു പുതിയ വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടുത്താൻ കഴിയും. അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നോമ്പ് കാലങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു പുതുക്കത്തിൻ്റെ നാളുകളായി, ഒരു പുനഃക്രമീകരണത്തിൻ്റെ കാലങ്ങളായി മാറുവാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഇതുവരെ കരുണയോടെ ഞങ്ങളെ കാത്തല്ലോ. ഇനിയും അവിടുത്തെ കരുണയാൽ ഇതുവരെ അങ്ങ് ഞങ്ങളെ കരുതുപോലെ ഇനിയും കരുതി വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നാഥ, മറ്റുള്ളവരോട് സ്നേഹത്തിലായിരിക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, ഔദ്ധിത്യം വെടിഞ്ഞ്, അഹങ്കാരം കളഞ്ഞ്, ദുരഭിമാനത്തെ നീക്കിക്കളഞ്ഞ്, താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് സഹായിച്ചായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദിവ്യമായ സ്നേഹം, കുരിശിലെ യാഗം, അതാണല്ലോ നാഥ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുന്നത്. ആ യാഗത്തിൻ്റെ ശക്തിയാൽ എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Body